നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നാം ചർച്ച ചെയ്യുന്നത് പ്രിയദർശിനി സൗജന്യ യാത്രാ പദ്ധതിക്ക് ശേഷം കേരള സർക്കാർ പ്രഖ്യാപിച്ച ഏറ്റവും പുതിയ പദ്ധതിയെക്കുറിച്ചാണ്. പദ്ധതിയെക്കുറിച്ച് പറയുന്നതിന് മുമ്പ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. ഈ പദ്ധതിയെക്കുറിച്ച് കുറേയേറെ വീഡിയോകളുണ്ട്. അതിലൊരു വീഡിയോ ശ്രദ്ധയിൽപ്പെട്ടു. അതിൽ വളരെ വലിയൊരു തെറ്റാണ് വിളിച്ചു പറയുന്നത്. പക്ഷേ ഈ പറയുന്നത് തെറ്റാണ് എന്ന് ആർക്കും മനസ്സിലാകുന്നില്ല എന്ന് തോന്നുന്നു. കാരണം ആ വീഡിയോയിലേക്കാണ് ആയിരക്കണക്കിന് ആളുകൾ വരിവരിയായി പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൽ വന്നിരിക്കുന്ന തെറ്റെന്താണെന്ന് ഈ വീഡിയോയുടെ അവസാനം വ്യക്തമാക്കാം. ഇനി വിഷയത്തിലേക്ക് വരാം. സ്വന്തമായി ഒരു ബിസിനസ് ചെയ്യണം അല്ലെങ്കിൽ ഒരു സ്വയം തൊഴിൽ ചെയ്യണം എന്ന മോഹം പണമില്ല എന്ന കാരണത്താൽ മാറ്റിവെക്കേണ്ടി വന്നിട്ടുള്ള കേരളത്തിലെ സ്ത്രീകൾക്ക് വേണ്ടി പ്രിയദർശിനി വായ്പാ പദ്ധതി എന്ന പുതിയൊരു പദ്ധതി പ്രഖ്യാപിച്ചിരിക്കുകയാണ് കേരളത്തിലെ UDF സർക്കാർ. അതെ, 10 വർഷത്തിന് ശേഷം കേരളത്തിൽ UDF അധികാരത്തിൽ വന്നപ്പോൾ സ്ത്രീകൾക്കാണ് വലിയ നേട്ടങ്ങൾ ഉണ്ടാകുന്നത്. സ്വന്തമായി ഒരു ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സംരംഭം വിപുലീകരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വനിതയാണോ നിങ്ങൾ? എങ്കിൽ നിങ്ങൾക്ക് വേണ്ടി UDF ഗവൺമെന്റ് പ്രിയദർശിനി പദ്ധതിയിലൂടെ പലിശയില്ലാതെ വായ്പ ലഭ്യമാക്കാൻ ഒരുങ്ങുകയാണ്. അതായത് നിങ്ങൾ എടുക്കുന്ന വായ്പയ്ക്ക് 1 രൂപ പോലും പലിശ നൽകേണ്ടതില്ല. എടുക്കുന്ന വായ്പ മാത്രം തിരിച്ചടച്ചാൽ മതി. അതുകൊണ്ട് തന്നെ സ്ത്രീകളുടെ സംരംഭക സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കാൻ ഈ പദ്ധതിയിലൂടെ കഴിയുമെന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. ഇനി പറയുന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. കേരള സർക്കാരിന്റെ പട്ടികജാതി പട്ടികവർഗ പിന്നാക്ക ക്ഷേമ വകുപ്പിന് കീഴിലുള്ള കേരള സംസ്ഥാന പിന്നാക്ക വിഭാഗ വികസന കോർപ്പറേഷൻ അഥവാ KSBCDC ആണ് ഈ പദ്ധതി പ്രഖ്യാപിച്ചിട്ടുള്ളത്. മന്ത്രി KA തുളസിയാണ് അടുത്ത ദിവസം ഈ കാര്യം വ്യക്തമാക്കിയത്. കുടുംബത്തിന്റെ സാമ്പത്തിക ഭദ്രത ശക്തമാക്കുന്നതിനായി സ്ത്രീകൾക്ക് സ്വന്തമായി വരുമാന മാർഗം കണ്ടെത്തുന്നതിനായി പുതിയ സംരംഭങ്ങൾ ആരംഭിക്കാം. മാത്രമല്ല, നിലവിലുള്ള ചെറുകിട ബിസിനസ്സുകളെ വികസിപ്പിക്കാനും സാമ്പത്തിക സഹായം അനുവദിക്കുക എന്നതാണ് പ്രിയദർശിനി പലിശരഹിത വായ്പാ പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നത്. പലിശയില്ലാതെ തന്നെ ലോൺ ലഭിക്കുക എന്നത് സാധാരണ ബാങ്ക് വായ്പകളെ താരതമ്യം ചെയ്ത് നോക്കുമ്പോൾ വളരെ വലിയൊരു കാര്യം തന്നെയാണ്. വലിയ ആശ്വാസം തന്നെയാണ്. സർക്കാരിന്റെ 100 ദിന കർമ്മ പരിപാടികളുടെ ഭാഗമായാണ് ഈ പദ്ധതി പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ളത്. ഏകദേശം 100 കോടി രൂപ ഈ പദ്ധതിയിലൂടെ വിതരണം ചെയ്യുമെന്നാണ് അറിയുന്നത്. കുടുംബശ്രീ CDSകളിലൂടെയും പ്രാദേശിക കൂട്ടായ്മകളിലൂടെയുമാണ് പദ്ധതി നടപ്പിലാക്കുന്നത് എന്നതിനാൽ നടപടികൾ വളരെ ലളിതമായിരിക്കും. പദ്ധതിയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ് പലിശയായി 1 രൂപ പോലും ഈടാക്കില്ല എന്നത് തന്നെയാണ്. ഇത് വനിതകൾക്ക് മാത്രമായി രൂപകൽപ്പന ചെയ്തിട്ടുള്ള പദ്ധതിയാണ്. സംരംഭം തുടങ്ങാൻ ആഗ്രഹിക്കുന്ന വനിതകൾക്കും സ്വയം സഹായ സംഘങ്ങളിലെ വനിതകൾക്കും പദ്ധതിയിലേക്ക് അപേക്ഷിക്കാൻ കഴിയും. രജിസ്റ്റർ ചെയ്ത NGOകൾക്ക് കീഴിലുള്ള വനിതാ അംഗങ്ങൾക്കും കുടുംബശ്രീ CDSകൾക്കും മുൻഗണനയുണ്ടാകും. പിന്നാക്ക വിഭാഗ വികസന കോർപ്പറേഷൻ വഴിയാണ് പദ്ധതി നടപ്പിലാക്കുന്നത് എന്നതിനാൽ പട്ടികജാതി പട്ടികവർഗ പിന്നാക്ക വിഭാഗത്തിൽപ്പെട്ട വനിതകൾക്കാണ് ഈ പദ്ധതിയിലൂടെ വായ്പ ലഭിക്കുക. തയ്യൽ യൂണിറ്റ്, ബേക്കറി, ബ്യൂട്ടി പാർലർ, ഫുഡ് പ്രോസസ്സിംഗ് യൂണിറ്റ്, കന്നുകാലി വളർത്തൽ, കോഴി ഫാം, ചെറിയ കട, സർവീസ് സെന്റർ, ഓൺലൈൻ സംരംഭങ്ങൾ അടക്കമുള്ള ഉൽപാദന സേവന കച്ചവട മേഖലകളിലെ സൂക്ഷ്മ ചെറുകിട സംരംഭങ്ങൾ ആരംഭിക്കാനോ വികസിപ്പിക്കാനോ ഈ പദ്ധതിയിലൂടെ കഴിയും. സാധാരണയായി ഇത്തരം പദ്ധതികളിൽ ആധാർ കാർഡ്, റേഷൻ കാർഡ്, വരുമാന സർട്ടിഫിക്കറ്റ്, ജാതി സർട്ടിഫിക്കറ്റ്, സംരംഭത്തിന്റെ പ്രൊജക്ട് റിപ്പോർട്ട് തുടങ്ങിയ രേഖകളാണ് ആവശ്യമായി വരിക. അതുകൊണ്ട് അതെല്ലാം തന്നെ മുൻകൂട്ടി തയ്യാറാക്കി വെക്കുക. KSBCDCയുടെ ജില്ലാ ഓഫീസുകളിലൂടെയോ കുടുംബശ്രീ ഓഫീസുകളിലൂടെയോ ലഭിക്കുന്ന വിവരങ്ങൾ മാത്രം വിശ്വസിക്കുക. വനിതാ സംരംഭകർ, പുതിയ ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്ന സ്ത്രീകൾ, നിലവിലുള്ള ചെറുകിട സംരംഭം വികസിപ്പിക്കാൻ ആഗ്രഹിക്കുന്നവർ, സ്വയം സഹായ സംഘങ്ങളിലെ വനിതകൾ തുടങ്ങിയവർക്ക് ഈ പദ്ധതിയിലേക്ക് അപേക്ഷിക്കാൻ കഴിയും. അതുമാത്രമല്ല, അപേക്ഷകർ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിലോ പിന്നാക്ക വിഭാഗത്തിലോ പെട്ട സ്ത്രീകളായിരിക്കണം. ഇനി ചില വീഡിയോകളിൽ പറയുന്ന തെറ്റ് എന്താണെന്ന് പറയാം. ഈ പദ്ധതി നടപ്പിലാക്കുന്നത് പിന്നാക്ക വിഭാഗ വികസന കോർപ്പറേഷനാണ്. പക്ഷേ ഇതിനെ വനിതാ വികസന കോർപ്പറേഷൻ എന്ന് തെറ്റായി പറഞ്ഞുകൊണ്ടാണ് വീഡിയോകൾ പ്രചരിക്കുന്നത്. ഇത് തിരിച്ചറിയുക. വനിതാ വികസന കോർപ്പറേഷൻ അല്ല, പിന്നാക്ക വിഭാഗ വികസന കോർപ്പറേഷൻ അഥവാ KSBCDC ആണ്.